അപ്പോസ്തലനായ പൗലോസിനെയും കൂട്ടാളികളെയും അഗ്രിപ്പ എന്ന രാജാവ് റോമൻ ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടി കപ്പലിൽ കയറ്റി അവർ ഒന്നിച്ച് യാത്ര തുടരുമ്പോൾ അവരുടെ മുൻപിൽ വിവിധ തരത്തിലുള്ള കാറ്റുകൾ അടിക്കപ്പെട്ടു. കാറ്റ് സമ്മതിക്കാതിരിക്കുകയാൽ എന്ന് പ്രാരംഭവാക്യങ്ങളിൽ കാണുന്നു. പിന്നെ മറ്റൊരു കാറ്റ് അവരുടെ മുമ്പിൽ അടിച്ചു. ആ കാറ്റിന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു അത് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റായിരുന്നു. ആ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അവരുടെ മുമ്പിൽ അടിച്ചപ്പോൾ അവസാനത്തെ പായിയും അവരുടെ കയ്യിൽ നിന്ന് പറന്നുപോയി. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. ആ രാത്രിയിൽ അപ്പോസ്തലനായ പൗലോസ് ജനത്തോടൊപ്പമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. ദൈവത്തിൻ്റെ ദാനങ്ങൾ നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അതിലെല്ലാം ഉപരിയായി ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. പൗലോസിനോട് ദൈവം പറയുന്നു, കാറ്റ് പ്രതികൂലമായിരിക്കാം, കപ്പൽ തകർന്നുകൊണ്ടിരിക്കുകയായിരിക്കാം, നിങ്ങൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം പോലും ഇളകിക്കൊണ്ടിരിക്കുകയായിരിക്കാം, പക്ഷേ ദൈവം നിങ്ങളോട് പറയുന്നു നിന്റെ പ്രാണന് ഹാനി വരികയില്ല. ആരോടോ സംസാരിക്കുന്നതായി എൻ്റെ ഉള്ളത്തിൽ എനിക്ക് ഫീൽ ചെയ്യുകയാണ്. നിന്റെ പ്രാണന് ഹാനി വരികയില്ല. ഈ പ്രതിസന്ധികൾ നിങ്ങളെ തകർത്ത് കളയുകയില്ല. ഈ തിരമാലകൾക്ക് നിങ്ങളെ മുക്കുവാൻ കഴിയുകയില്ല. കാരണം നിങ്ങളുടെ മേളിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവം അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം, ആകാശവും ഭൂമിയും മാറിയാലും ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറുന്നില്ല. കപ്പലിൻ്റെ അടിത്തട്ടുകൾ ഇളകുകയാണ്, എല്ലാ പലകകളും ഒലിച്ചു പോകുകയാണ്, നിൽക്കാനൊരു പ്ലാറ്റ്ഫോം ഇല്ല. പക്ഷേ പൗലോസിനോട് ദൈവം പറയുന്നു, നീ അടുത്ത ദിവസങ്ങളിൽ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ദൈവമേ ഇപ്പോൾ ഈ കപ്പലിൽ ഒരു പ്ലാറ്റ്ഫോം ഞാൻ കാണുന്നില്ല, പ്ലാറ്റ്ഫോം ഇളകിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ പോവുകയാണ്. പക്ഷെ ദൈവം പറയുന്നു അടുത്ത മാസം നീ ഏത് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഈ സാഹചര്യങ്ങൾക്ക്, ഈ പ്രതിസന്ധികൾക്ക് വാഗ്ദത്തമുള്ള നിന്നെ തകർക്കുവാൻ കഴിയുകയില്ല എന്ന സത്യമാണ് പ്രിയപ്പെട്ടവരെ. പൗലോസ് പറഞ്ഞില്ലേ ഈ വചനത്തിൽ, ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങളോട്, നിങ്ങളുടെ തലമുറ, സഭയോട്, കുടുംബത്തോട് വ്യക്തിപരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. എത്ര തിരമാലകൾ ഉയർന്നാലും, എത്ര കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലും, എത്ര ഈശാനമൂലൻ നിങ്ങളുടെ മുമ്പിൽ വന്നാലും ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ സംഭവിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ തകർക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തികൾക്കും കഴിയുകയില്ല. പരിശുദ്ധാത്മാവും നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ദാനമാകുകയാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിങ്ങളുടെ മേളിൽ ഉള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. സർവോപരിയായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളെയും ഈ ദിവസങ്ങളിൽ ദൈവം നിവർത്തിക്കും. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവം, ജോസഫിനോട് കൂടെയിരുന്ന് തൻ്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ച ദൈവം, ദാനിയേലിനോട് കൂടെയിരുന്ന് വാഗ്ദത്തങ്ങളെ നിവർത്തിച്ച ദൈവം, ഗിദയോനോട് കൂടെയിരുന്ന് വാഗ്ദത്തങ്ങളെ നിവർത്തിച്ച ദൈവം, മോശയോട് കൂടെയിരുന്ന് വാഗ്ദത്തങ്ങളെ നിവർത്തിച്ച ദൈവം, ഏലിയാവിനോട് കൂടെയിരുന്ന് വാഗ്ദത്തങ്ങളെ നിവർത്തിച്ച ദൈവം, യേശുവിനോട് കൂടെയിരുന്ന് വാഗ്ദത്തങ്ങളെ നിവർത്തിച്ച ദൈവം, അപ്പോസ്തലന്മാരോട് കൂടെയിരുന്ന് വാഗ്ദത്തങ്ങളെ നിവർത്തിച്ച ദൈവം നിങ്ങളിലുള്ള വാഗ്ദത്തങ്ങളെയും അവൻ നിവർത്തിക്കുവാൻ വിശ്വസ്തൻ.